മച്ചാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാനായി ഈ വീഡിയോയ്ക്ക് അടിയിലുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്യുക. ആരെങ്കിലും ചോദിച്ചാലേ ആലപ്പാട് ബീച്ചിലേക്ക് ഞങ്ങൾ ബൈക്ക് ഭ്രാന്തന്മാർ വന്നിട്ടുണ്ട്. സേവ് ആലപ്പാട്. ഒരു മഹാപ്രളയം വന്ന സമയത്ത് നമുക്കൊരു നട്ടലായി പ്രവർത്തിച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വീട് ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കമ്പനി അവിടെ മുഴുവൻ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വേണ്ടി തമ്മിത്തല്ലിയും തെറി വിളിച്ച് മടുത്തില്ലേ? നിർത്തിക്കൂടെ ഒന്ന്? കുറച്ച് സാധാരണക്കാരായ മനുഷ്യർ സ്വന്തം നാടിന് വേണ്ടി നിരാഹാരം കിടക്കുകയാണ്. അതിനെപ്പറ്റി ഒന്നും ആർക്കും അറിയണ്ട. ഈ ഞെളിഞ്ഞിന്ന് തെറി വിളിക്കാനും മുണ്ടുവെക്കാനും ഒന്നും കാണില്ലായിരുന്നു. വെറും ഒരു പാഴ്ത്തടിയായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നടന്നേനെ. കടലിന്റെ മക്കളെല്ലാം കളഞ്ഞ് അന്ന് ഓടി വന്നില്ലായിരുന്നെങ്കിൽ. ഇനിയെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. ഇനിയെങ്കിലും അവരുടെ കൂടെ നിൽക്കണം. സേവ് ആലപ്പാട്. എല്ലാം പെട്ടെന്ന് മറക്കുന്ന മലയാളിക്ക് 4 മാസം മുമ്പ് കേരളത്തിലുണ്ടായ ഒരു വൻ ദുരന്തം ഓർമ്മയുണ്ടോ? ആ ദുരന്തത്തിൽ നിന്നും കേരളത്തെ കൈപിടിച്ചു കയറ്റിയ കടലിന്റെ മക്കൾ ഇന്ന് കൊടും ഭീതിയിലാണ്. നമ്മളെപ്പോലുള്ള ഓരോ സാധാരണക്കാരനെയും ശബ്ദമാണ് ഈ സോഷ്യൽ മീഡിയാസ്. പ്രതികരിക്കണം, അവരുടെ കൂടെ നിൽക്കണം. അവിടെയുള്ള 25,000 കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. സത്യത്തിൽ അവരുടെ സമരമല്ല ഇത്. ഓരോ മലയാളിയുടെയും സമരമായിട്ട് കാണണം ഇതിനെ. സേവ് ആലപ്പാട്. സ്റ്റോപ്പ് മൈനിങ്. Understand where it came from, but you got it, I got it. It began in the land of the sandstorm. I fought it, though I won.